പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. എൻ്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം. ആദ്യനും അന്ത്യനുമായ ആൽഫയും ഒമേഗയുമായ ഭൂരാജന്മാർക്ക് അധിപതിയായ ധന്യനായ ഏകാധിപതിയായ ഞങ്ങളോടുകൂടെ കൂട്ടായ്മ എല്ലാവർക്കും നൽകിയ എന്ത് കൃപയ്ക്കായി സ്തോത്രം. 7 നക്ഷത്രങ്ങളെ വലങ്കിക്ക് പിടിച്ച 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനായ നീ, ആദ്യനും അന്ത്യനുമായ നീ, സർവശക്തിയുള്ള ദൈവമായ കർത്താവായി നീ ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളിൽ വസിക്കുക സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. നിന്റെ അവകാശത്തിനെതിരായ ഇസ്രായേലിനെതിരായി തന്നെ ആദ്യചാരം നടത്തുന്ന ആഭ്യചാര പ്രവൃത്തിയോടെ വലച്ച കളഞ്ഞുകൊണ്ട് മാനവജാതി മുടിച്ചു കളഞ്ഞുകൊണ്ട് മതത്തിൽ കൂടെ ലോകത്തെ ഭരിക്കാൻ നടന്നു വ്യാപാരങ്ങളുടെ മേൽ നിന്റെ ശരീരമാകുന്ന സഭ തലയ്ക്ക് മഹത്വം കയറ്റിക്കൊണ്ട് ഇന്ന് ജയമെടുക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ഫണ്ടമെന്റൽ ഡോക്ട്രിൻ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന വിഷയത്തിലേക്ക് ഏവരെ സ്വാഗതം ചെയ്യുന്നു. ഇത് ഡേ 50th ആണ്, 50ാമത്തെ ദിവസം. ആമേൻ. കഴിഞ്ഞ 49 ക്ലാസ്സുകളിൽ കൂടെ ആക്ച്വലി ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. ദൈവം കൃപയാണെങ്കിൽ ഇന്നത് കുറച്ചൊന്ന് ടച്ച് ചെയ്തിട്ട് പോകുന്നതായിരിക്കും. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഞാൻ എങ്ങനെ പ്രസൻറ്റേഷൻ അപ്ഡേറ്റ് സമയത്തായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു. ജൂൺ 21 വേൾഡ് മുഴുവനും യോഗ ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണല്ലോ ഇന്ന്. നമ്മുടെ സ്കൂൾ കുഞ്ഞുങ്ങളെ തുടങ്ങി ക്രിസ്ത്യൻ യോഗ എന്ന് പറഞ്ഞുകൊണ്ട് പോലും വളരെ ആഴത്തിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ഏവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അദ്ദേഹമായ ഡീറ്റെയിൽ ക്ലാസ്സുകളിൽ കൂടെയൊക്കെ ഞാൻ പല ക്ലാസ്സുകൾ ഇതിനെടുത്തിട്ടുള്ളതാണ്. ആമേ. സ്തോത്രം. എന്നാൽ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ക്രിസ്ത്യൻ ഡോക്ട്രിൻ, ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ എന്നാണ് വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം. അപ്പോൾ അത് ശരിയായി പഠിക്കുന്ന കൂട്ടത്തിൽ വ്യാജമായിട്ട് ശത്രുവായവൻ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിന് വിരുദ്ധമായിക്കൊണ്ട് പല രീതിയിലും ഇതിനകത്തേക്ക് ചില നുഴഞ്ഞ കയറ്റങ്ങൾ കൊണ്ടുവന്നു. ആയിരക്കണക്കിന് 10,000-കണക്കിന് നുഴഞ്ഞ കയറ്റങ്ങൾ കൊണ്ടുവന്നു. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ അതിനകത്ത് സമയം കിട്ടില്ല. ഈ 49 ക്ലാസ്സുകളിൽ കൂടെ, അതിൽ 49th നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. 48 ക്ലാസ്സുകളിൽ കൂടെ ബേസിക് ഡോക്ട്രിൻ എന്താണെന്ന് ഒരു മനുഷ്യനെ മനസ്സിലാക്കി അവൻ്റെ പ്രാണൻ്റെ നിത്യജീവന് വേണ്ടിയിട്ട് ആവശ്യമായ ഡോക്ടറേയും വളരെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു മനുഷ്യനും വിശ്വസിക്കാൻ യോഗ്യമായ ക്രിസ്തുവുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ, അല്ലെങ്കിൽ ക്രിസ്തു മാതിരി ദൈവത്തോട് നിരക്കുവാൻ തക്കം ആവശ്യമായ ട്രൂ ഡോക്ടറേയും അത് വ്യക്തിപരമായ ജീവിതത്തിലൂടെ അനുഭവിച്ചിട്ടാണ്, വെറുതെ ഒരു തിയറി സ്ഥാപിക്കുകയല്ല ചെയ്തത്. പേഴ്സണൽ ലൈഫിൽ കൂടെ ഇതാണ് ശരി, ഇത് തെറ്റെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഇത് ഇത്രയും ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റെക്കോർഡ്സ് എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ആരെയും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രീവിയസ് ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ്. സ്തോത്രം. അപ്പോൾ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത ആയതുകൊണ്ട് ഈ യോഗ എന്നതിനെ കുറിച്ചുകൊണ്ട് അല്പം ഒന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിശ്വാസി പറയുന്നത് തൻ്റെ ശരീരത്തെ ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസ സ്നാനത്തിൽ പ്രസ്താവിക്കുന്നത്. ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ഡെത്ത്, ബറിയൽ ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നാൽ യോഗയിൽ ഈ 2 ചിത്രങ്ങളും നിങ്ങൾ നോക്കണം. ഈ 2 യോഗയിലിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത്, ഞാൻ എൻ്റെ ശരീരത്തെ ശിവന്റെ പ്രതിമയോട് അനുരൂപമാക്കുന്നു. ഐഡൻറ്റിഫൈ വിത്ത് ദ ഇമേജ് ഓഫ് ശിവ. ഇവിടെയാണ് വളരെ ഡേഞ്ചർ. മിക്കവാറും പേർക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് വേണം ഈ ചിത്രങ്ങളൊക്കെ എടുത്തത് തന്നെ. സ്തോത്രം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സൈറ്റുണ്ട് ഇതിന്. മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒരു സൈറ്റ് തന്നെയുണ്ട്. അതിൻ്റെ
ഹെഡ് ഓഫീസ് ബാംഗ്ലൂരാണ്. നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അത് വെബ്സൈറ്റ് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെല്ലാം ബൈബിളിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് അല്പമായിട്ട് ചിന്തിക്കാം. ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ഇത് ശരീരത്തിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ഇന്ന് വ്യായാമമാണെന്നൊക്കെ പറഞ്ഞ് ചതിച്ചുകൊണ്ട് പല രീതിയിലും ഇന്ന് നടക്കുന്നുണ്ട്. പുറത്ത് നടക്കട്ടെ, അതിന് നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് കൊണ്ടുവന്ന് ക്രിസ്ത്യൻ ഫെയ്ത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ യോഗ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അഭിഷക്തരായ ദേവദാസന്മാർ എന്തെല്ലാം പ്രതികൂലം വന്നാലും ഇതിനെതിരായിട്ട് ശക്തമായിട്ട് ശബ്ദമുയർത്തും. 1-ാം നൂറ്റാണ്ടിലെ അപ്പസ്തോലന്മാർ വളരെ ശക്തമായി ശബ്ദമുയർത്തി ഇത്തരം സാത്താന്റെ തന്ത്രങ്ങളെ വളരെ മൂർച്ചയേറിയ വാളുകൾ കൊണ്ട് തന്നെ ചോപ്പ് ചെയ്ത് ദൈവസഭയെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന എന്താണെന്ന് ഒന്ന് അല്പമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ സഭാപ്രസംഗിയുടെ പുസ്തകം എക്ലിയാസിസ്റ്റ് ചാപ്റ്റർ 12 വേഴ്സ് 6 ഒന്ന് വായിക്കുകയാണെങ്കിൽ, ഞാൻ മലയാളത്തിൽ വായിക്കുന്നു, അന്ന് വെള്ളിച്ചരട് അറ്റുപോകും. ബൈബിളിൽ തന്നെ എടുത്ത് നമുക്ക് വായിക്കാം. സഭാപ്രസംഗി ചാപ്റ്റർ 12 വേഴ്സ് 6 ആണ് വായിക്കാൻ. ഒന്ന് തുടങ്ങുന്ന അല്പമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കും. അപ്പോൾ യങ്ങായിരിക്കുന്ന സമയത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്കെന്ന് പറഞ്ഞ് നിന്റെ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യത്തൊന്ന് ഓർക്കുക എന്നൊരു വാണിംഗ് തന്നിട്ടാണ് 12th ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് സഭാപ്രസംഗിയുടെ. എന്നിട്ട് പറയാണ്, സ്തോത്രം, സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകിയാൽ അടങ്ങിയിരിക്കും, കിളിവാതികളിൽ കൂടെ നോക്കുന്നവർ അന്ധന്മാരാകും. ഇതിന്റെ എക്സ്പ്ലനേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതായത് വാർദ്ധക്യത്തിൽ ഒരു മനുഷ്യ ശരീരത്തിന് എന്ത് സംഭവിക്കും. അപ്പൊ വാർദ്ധക്യത്തിനോടും ഇന്ന് യൗവനക്കാരായിരിക്കുന്നവരോട് കമ്പാരിസൺ വരും. നിനക്ക് യൗവനത്തില് സ്തോത്രം നല്ല ആരോഗ്യമുണ്ട്, നിന്റെ കൈകാലുകൾക്ക് നല്ല ബലമുണ്ട്, ഏത് കയറ്റത്തിൽ നിനക്ക് കയറുവാൻ സാധിക്കും, നിന്റെ കണ്ണുകൾ കൊണ്ട് ഇമ്പമുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് കാണാൻ സാധിക്കും, ആസ്വദിക്കാൻ സാധിക്കും, നിന്റെ ചെവി കൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയും നിനക്ക് കേൾക്കാനും ആസ്വദിക്കാൻ സാധിക്കും. എന്നാൽ പ്രായമാകുമ്പോൾ വയസ്സാകും എന്ന് പറഞ്ഞത് അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. അതായത് കാൽമുട്ട് വിറയ്ക്കാൻ തുടങ്ങും, കൈകൾ വിറയ്ക്കാൻ തുടങ്ങും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമായി എന്ന് പറഞ്ഞാൽ ചവച്ചരച്ച് നിനക്ക് ഇഷ്ടമുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് നീ ഇഷ്ടംപോലെ ആഹാരം നിന്റെ മനസ്സിന് അല്ലെങ്കിൽ നിന്റെ പ്രാണന് ഇഷ്ടപ്പെട്ടതൊക്കെ ഇഷ്ടംപോലെ ചവച്ചരച്ച് തിന്നു. എന്നാൽ യൗവനക്കാരി ഒരു സമയം വരുന്നുണ്ട്, ഈ അരയ്ക്കുന്നവർ അതിന്റെ പല്ലുകളൊക്കെ തീർന്നിട്ട് ചവയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, അടങ്ങിയിരിക്കും. കിളിവാതിൽ കൂടെ നോക്കുന്നവർ അന്ധന്മാരാകും. കണ്ണുകൊണ്ട് ഇമ്പമുള്ള കാര്യങ്ങള്, കണ്ണുകൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നത് കുറച്ച് പ്രായം അങ്ങ് കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കുറച്ചങ്ങ് മങ്ങിപ്പോകും. തെരുവിലെ കഥകൾ അടയും എന്ന് പറഞ്ഞ ഇന്ന് ചെവി കൊണ്ട് കേൾക്കാവുന്നത് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇമ്പമായ കാര്യങ്ങൾ, പ്രാണനച്ചിക്കുന്ന മോഹിക്കുന്ന കാര്യങ്ങളൊക്കെയും കേട്ട് സുഖിക്കുന്നു. ആമേൻ. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും, അതായത് ചവച്ചരയ്ക്കുന്ന ശബ്ദമൊക്കെ മന്ദമാകും. പക്ഷികളുടെ ശബ്ദത്തെ ഉണർന്നു പോകും, പാട്ടുകാരികളൊക്കെ തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്ത് പേടിക്കും. ഇന്ന് നല്ല യൗവനത്തില് ഏതൊരു കയറ്റവും ഉഷാരോടുകൂടെ കയറും. പക്ഷേ വാർദ്ധക്യത്തിൽ വരുമ്പോൾ നിന്റെ കാലൊരു കയറ്റം കാണുമ്പോൾ മുട്ടടിക്കാൻ തുടങ്ങും. ഇതെങ്ങനെ ഞാൻ കയറും, എങ്ങനെ ഞാൻ കയറും? വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ബദാമൃക്ഷം പൂക്കും, തുള്ളൽ ഇഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഇവിടെയാണ് സഭാപ്രസംഗിയുടെ കൺക്ലൂഷൻ വരുന്നത്. ആദ്യത്തെ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്തെല്ലാം ഭോഷത്തരമാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. എന്നാൽ കൺക്ലൂഷൻ വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. യൗവനക്കാരി, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അന്വേഷിച്ചു കൊള്ളുക. കാരണം കുറച്ചങ്ങോട്ട് പോയിട്ട് ഈ പാതയിൽ നമുക്ക് അനേക കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ക്രിസ്തുവിനോട് സദൃശ്യന്മാരായി തീരണമെങ്കിൽ അനേക കാര്യങ്ങളുണ്ട്. അപ്പോൾ
അവിടെ പറയാണ്, ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ പ്രായത്തിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മനുഷ്യന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഒന്നുകിൽ നിത്യതയിൽ യേശു ക്രിസ്തുവിനോട് കൂടെ, അല്ലെങ്കിൽ നരകത്തില്. വിലാപം കഴിക്കുന്നവർ വീതിയെ ചുറ്റി സഞ്ചരിക്കും. അന്ന് അടുത്ത പറയുന്ന അന്ന് വെള്ളിച്ചരട് അറ്റുപോകും. ഇതിനെ പറയുന്നതാണ് സിൽവർ കോഡ്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവിങ്കിലെ കുട മുടയും, കിണറ്റിലെ ചക്രം തകരും. എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം നിന്നു പോകും, ഹാർട്ടിന്റെ ഫങ്ഷൻ നിന്നു പോകും. ഇതൊക്കെ വെള്ളിച്ചരട് അറ്റുപോകുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ യോഗയുടെ കാര്യത്തിലേക്ക് ഒന്ന് വരാം. സ്തോത്രം. ഇതിനാണ് പറയുന്നത് മനുഷ്യനെ കുണ്ടലിനി. അത് വെള്ളിച്ചരട് അല്ലെങ്കിൽ സിൽവർ കോഡ് എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് ലാംഗ്വേജും ആണ്, ഭാഷയാണ്. കുണ്ടാലിനി അല്ലെങ്കിൽ കുണ്ടിലിനി എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ യോഗയ്ക്ക് എഗൈൻസ്റ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഈ യോഗയിൽ കൂടെയും അല്ലെങ്കിൽ ക്രിസ്ത്യൻ യോഗ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തീയ സമുദായങ്ങൾക്കും മതങ്ങൾക്കും ഇവൻ പെന്തിക്കോസ്റ്റിനകത്ത് പോലും കടന്ന ഒരു തന്ത്രം ഉപായം ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ സിൽവർ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യാത്മാവിന്റെ ഒരു വ്യാപാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയത് ഒരു 7 ചക്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മൂലാധാര ചക്ര, സ്വാദിഷ്ട ചക്ര, നാഭി ചക്ര, അനഹത്ര ചക്ര, വിശുദ്ധി ചക്ര, അഗ്നി ചക്ര, സഹസ്രാസ്ത്ര ചക്ര. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ചില കാര്യം. അതായത് ഈ യോഗാസനത്തിലോ അല്ലെങ്കിൽ ഈവൻ ഒരു പ്രത്യേക സ്പിരിറ്റിന് വേണ്ടിയോ ശക്തിക്ക് വേണ്ടിയൊക്കെയോ ഉപവാസം ഇരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രസംഗങ്ങൾ കേൾക്കുകയോ എനിക്ക് ശക്തി പ്രാപിക്കണം എന്ന് പറഞ്ഞ് യോഗയോ ശീർഷാസനം അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയുന്നത് എന്താ? ഞാൻ എൻ്റെ ശരീരത്തെ ഈ ശിവന്റെ, നിങ്ങൾ 2 കൈകൾ എങ്ങനെ ഇരിക്കുന്നതെന്ന്, എൻ്റെ ശരീരത്തെ ശിവന്റെ പ്രതിമയോട് ഞാൻ അനുരൂപപ്പെടുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മനുഷ്യാത്മാവിന്റെ വ്യാപാരം ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ പറഞ്ഞ 6ാമത്തെ പോയിന്റ് നെറ്റിയുടെ ഭാഗത്തുള്ളതാണ് ഈ അഗ്നി ചക്ര എന്ന് പറയുന്നത്. ഈ ഫയർ വിങ്സാർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുകാരുണ്ട് ആത്മീകത്തില്, അഗ്നി ഇറക്കുന്നവര്. അതിനുശേഷമുള്ള സഹസ്രാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിലും ഈ പ്രകൃതിയിൽ അനേക ദുഷ്ടാത്മാക്കളുണ്ട്. അപ്പൊ മനുഷ്യാത്മാവ് ബാഹ്യ ലോകത്തിലെ ആത്മീയ ലോകമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പൊസിഷനാണ് ഈ അഗ്നിചക്ര അല്ലെങ്കിൽ നിറുകയിൽ നെറ്റിയുടെ ഇടയിലുള്ള ഈ ഒരു സ്ഥലവും അല്ലെങ്കിൽ നിറുകയിലുള്ള സ്ഥലം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈവൻ നിങ്ങൾ യോഗാസനത്തിലോ മറ്റിരിക്കുന്ന സമയത്ത് ഇതിനെ ധ്യാനിച്ചുകൊണ്ട് ഇത് ഞാൻ അനേക സ്റ്റഡികൾ നടത്തി, ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് സംഭവിച്ച എന്താണ്, അവരെങ്ങനെയാണ് ഇരുന്ന സമയത്ത് ഇവർക്ക് എന്ത് അനുഭൂതി ഉണ്ടായെന്നൊക്കെ ഇവർ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് പറയുന്നത്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നിറകൽ നെറ്റിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് ഒരു ദുഷ്ടാത്മാവുമായിട്ടോ ഒരു സമ്പർക്കം വന്നിട്ട് ഒരു പ്രത്യേകമായ ശക്തി പ്രാപിക്കും. ഇങ്ങനെയാണ് ഈ ശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേരുണ്ടല്ലോ, ഇവരൊക്കെ ചെയ്യുന്ന പരിപാടി ഇതാണ്. ഓക്കെ, അവര് ചെയ്യട്ടെ. എന്നാൽ ഇത് ക്രിസ്തീയ ലോകത്തിൽ എങ്ങനെ വന്നു, ക്രിസ്തീയ ലോകത്തിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ കാണിച്ചതിന് ശേഷം നിങ്ങളോട് അല്പമായിട്ട് തന്നെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ടൊരു വീഡിയോ കാണിക്കട്ടെ. So pastor, there's going to be an explosion, an impartation. I'm telling you the truth. You are going back to India. He came from India for this program, and it's the Lord said to tell you, harvest of miracles, harvest of grace and glory is going to be massive from now. That the Lord will begin to speak to you in strange measures. Pick him up in strange dimensions. You will hear the voice of God. Bigger crusades, bigger encounter, bigger manifestation. Fresh in the name of Jesus. Congratulations, Pastor Tino. Blessed be your name, Lord. Great grace upon his life. All of you that came with him, all of you connected to him, come here. All of you connected to him, come.
Barasokoto Bradasa. Those of you that live in London, that live around, come. Stand here. Stand here. Barokoso Parada Mantala Brakasota Shatas. Old hands. Face me. Old hands. Can take the baby. Somebody hold the baby. Old hands, lift it up. Father, I ask for impartations, fresh fire, fresh mantle, fresh grace upon them like never before. Use them greatly. Power. Masakate Baratasha. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇവരെല്ലാം പ്രസംഗിക്കുമ്പോൾ യേശുവിന്റെ നാമം തന്നെ പ്രസംഗിക്കും, ബൈബിളിലെ വാക്യങ്ങൾ തന്നെ പ്രസംഗിക്കും, ശരീരത്തിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പ്രോസ്പെരിറ്റി തിയോളജി, ആത്മാവിന്റെ പ്രാണന്റെ രക്ഷയെക്കുറിച്ചൊരു വാക്ക് പറയാതെ, പാപബോധം വരുത്തുന്ന വിധത്തിലുള്ള പ്രസംഗം പ്രസംഗിക്കാതെ, ഈ ലോകത്തിലെ സുഖകരമായ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി പ്രസംഗിച്ച് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുണ്ടാലിനി അല്ലെങ്കിൽ ഈ ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചക്രങ്ങളിൽ കൂടെ കടന്നുപോയി ഈ അഗ്നിചക്രം എന്ന സ്ഥലത്ത് നോക്കണം. ആ പാസ്റ്റർ എന്ന് പറയുന്നവൻ ഈ ടിനുജോർജിന്റെ നെറ്റിക്കാണ് കൈവച്ചത്. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അറിയില്ല. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒന്നുകൂടി കാണാം. ആ നെറ്റിയിൽ അല്ലെങ്കിൽ നെറുകയിൽ കൈവയ്ക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടെടുത്ത് വീശുക. ഇതൊക്കെ വീശുന്ന സമയത്ത് ഇവരെ പൊസസ് ചെയ്തിരിക്കുന്ന, ഇവര് ഉപവാസം ഇരുന്നോ മറ്റൊരു ഇതുപോലെ ഉപവാസം ഇരുന്നോ മറ്റു കാര്യങ്ങളിൽ കൂടെ ഈ ലോകത്തിൽ ശിവൻ തന്നെ ആയിക്കൊടുത്തില്ല, വ്യാജ പേരെടുത്തിരിക്കുന്ന ദുഷ്ടാത്മാക്കൾ വേണ്ടത്രയുണ്ട്. മറിയുണ്ട്, പല മരിച്ചുപോയ കന്യാസികളുടെ പേരുണ്ട്, യേശുവിന്റെ പേര് തന്നെ അനേകമുണ്ട്, ആയിരക്കണക്കിന് 10,000-കണക്കിനുണ്ട്. ദൈവവചനപ്രകാരമല്ലാതെ പ്രാണന്റെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് ആവശ്യമായ രീതിയിൽ അല്ലാതെ പ്രസംഗം നടക്കുന്നിടത്തും ആ ശുശ്രൂഷകന്മാര് വ്യാപരിക്കുന്ന അവർ കൊണ്ടു നടക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവല്ല. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാത്ത ഇടങ്ങളിൽ അവതരിച്ച് ജീവിക്കാത്തവർ വ്യാപരിക്കുന്ന ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവല്ല. അവരിതേപോലെ ഉപവാസമോ 40 ദിവസമോ ഉപവാസം ഇരിക്കുമ്പോൾ ഇതുപോലെ യോഗാസനത്തൊന്നല്ലായിരിക്കുന്നത്. ദൈവഹിതപ്രകാരമല്ലാതെ ഉപവാസമോ ശക്തി പ്രാപിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒന്നല്ല 100 ദുഷ്ടാത്മാക്കളുമായിട്ടാണ് ഇവർ വരുന്നത്. ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിന്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഈ കേൾക്കുന്നവരില് ഇമോഷൻ ഡെവലപ്പായി ആമേൻ ഒരു പ്രത്യേക സാഹചര്യം വരുന്ന സമയത്ത് ചിലപ്പോൾ കൈ ഇങ്ങനെ ഒന്ന് വീശായിരിക്കും, കൂട്ടത്തോടെ ആയിരിക്കും വീഴുന്നത്. ഇവര് വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവാണ്. ഇത് ക്രിസ്ത്യൻ യോഗ എന്ന് പറഞ്ഞുകൊണ്ട് അനേക ചർച്ചകളുണ്ട്. ഇന്ന് കേരളത്തിലുണ്ട്. ഒരു കേരളീയ മലയാളിയാണ് ആഫ്രിക്ക വരെ കടന്നുപോയത്. ഇന്ന് നമ്മൾ സബ്ജക്റ്റ് ചെയ്തല്ല, പക്ഷെ ഇത് ഡേ ആയതുകൊണ്ട് ഇത് നമ്മുടെ ദൈവസഭയ്ക്കകത്ത് കിടക്കാൻ സമ്മതിക്കരുത്. 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാർ ഇത്തരം കാര്യങ്ങൾ വരുന്നതിനൊക്കെയും വളരെ ശക്തമായി ചോപ്പ് ചെയ്ത് പറഞ്ഞു, ഒരു നാഴിക പോലും അതിനെ വഴങ്ങിക്കൊടുക്കരുത്. ഇതൊക്കെ അടിസ്ഥാന ഉപദേശങ്ങളിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ സംഭവിക്കുന്ന എന്താ മനസ്സിലായല്ലോ? അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ അബദ്ധവശാല് ഇത്തരം കാര്യങ്ങൾ അറിയായ്മ കൊണ്ട് ഏതെങ്കിലത്തെ കുരുക്കളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് കൃപയ്ക്ക് വേണ്ടി ചോദിച്ചു, കർത്താവ് നിന്റെ രക്തത്താൽ അറിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയത്, നിന്നെ അംഗീകരിച്ചു പോയത്, ഇതിനോട് അനുകൂലമായിട്ട് സംസാരിച്ചു പോയത് ഞങ്ങൾ ക്ഷമിക്കണമേ, നിന്റെ രക്തത്താൽ കഴുകണേ എന്ന് പറഞ്ഞ് കഴുകൽ പ്രാപിക്കുക. സ്തോത്രം. ഈ സബ്ജക്റ്റ് ഇവിടെ നിർത്തിയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങള് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടവരുടെ പൊതുവായിട്ടും ചർച്ചിനകത്തുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കണം, അവിടെ ഔട്ട്കംസ് എങ്ങനെയായിരിക്കും, അവരുടെ ഫ്രൂട്ട്സ് എങ്ങനെയായിരിക്കും എന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് 12th ചാപ്റ്റർ റോമൻ തുടങ്ങുന്നത്. അവിടെ ആദ്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. ഇവിടെ യോഗയിൽ ചെയ്തത് എന്താ? നിങ്ങളുടെ ശരീരങ്ങളെ ശിവന്റെ പ്രതിമയോട് അനുരൂപമായിട്ട് സമർപ്പിക്കുന്നു. അത്തരം ശക്തി പ്രാപിച്ചവർ കടന്നു വന്ന് യേശുവിന്റെ നാമം തന്നെ പ്രസംഗിച്ചുകൊണ്ട് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുമ്പോൾ ഇമോഷൻ പ്രാണനിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പാപബോധം ഉളവാകും. അത്
മനുഷ്യാത്മാവിലുള്ള മനസ്സാക്ഷിയിലേക്ക് കടന്നു വന്ന് പാപബോധമുളവായി, അയ്യോ ഞാൻ പാപി, അയ്യോ ഞാൻ മരണയോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലോടുകൂടിയാണ് ദൈവസ്ഥലിൽ കടന്നു വരുന്നത്. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുമ്പോൾ ഇമോഷൻ, പ്രാണനുള്ള ഇമോഷനിലേക്ക് കടന്നു ചെന്ന് അവർക്ക് ഉത്തേജനം കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ച് അവിടെ കുണ്ടാലിനി മൂവ് ചെയ്ത് നെറുകയിലും നെറ്റിയിൽ വരുമ്പോൾ ഒന്ന് കോട്ടെടുത്ത് വീശുകയോ കൈ വീശുകയോ അല്ലെങ്കിൽ നെറ്റിയുടെ അടുത്തോട്ട് കൈ വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ മലന്നടിച്ച വീഴുന്നത്. ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ എസ്കേല് കവിഴ്ന്ന വീണത്, യോഹന്നാൻ കവിഴ്ന്ന വീണത്. ഇത് മലന്ന് വീഴുന്ന പിടിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ റെഡിയാണ്. ഇത്തരം ദുഷ്ടതകൾ വേണ്ടത്ര കടന്നു വന്നു. ഇതൊക്കെ നമ്മൾ ശരിയായ സത്യം പറഞ്ഞതിന് ശേഷം ഇത് അനേക വ്യാജോപദേശങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിനുണ്ട്. പറയാൻ നമുക്ക് സമയം തികയില്ല. സത്യം മനസ്സിലാക്കി ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത ആയതുകൊണ്ട് മാത്രം ഇതൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാൻ 15th ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് പറയുകയാണ്, എന്നാൽ നിങ്ങൾ ഐക്യമധ്യപ്പെട്ട്, ഇന്നത്തെ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അല്പം ആ ഭാഗം ഒന്ന് ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഐക്യമധ്യപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളിലാണ് ഐക്യമധ്യപ്പെടേണ്ടത്? ചാപ്റ്റർ 15 വേഴ്സസ് 5 and 6 ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. എന്നാൽ നിങ്ങൾ ഐക്യമധ്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. May the God who gives endurance and encouragement give you the same attitude of mind towards each other that Christ Jesus said, so that with one mind and one voice you may glorify the God and Father of our Lord Jesus Christ. ഇനി എന്തെല്ലാം കാര്യങ്ങളിലാണ് ഐക്യമധ്യപ്പെടേണ്ടതിനെ കുറിച്ച് ഒന്ന് അല്പമായിട്ട് ചിന്തിക്കണമെങ്കിൽ അവിടെയാണ് നമ്മൾ ഇന്നലെ അല്പമായി ചിന്തിച്ച് നിർത്തിയത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം എടുക്കണം. നിങ്ങൾ ബൈബിൾ എടുത്തിട്ടുള്ളവരൊന്ന് എടുക്കുക. എഫേഷ്യൻസ് ചാപ്റ്റർ 4 നിങ്ങൾക്ക് അറിയുന്ന വാക്യം തന്നെയാണ്. അതിന് വേഴ്സ് 11 തുടങ്ങിയാണ് ഞാൻ വായിക്കുന്നത്. അവൻ ചിലരെ അപ്പസ്തോലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന 5 വിധ ശുശ്രൂഷകളെ, കർത്താവ് നേരിട്ട് കൊടുക്കുന്ന 5 വിധ ശുശ്രൂഷകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശുശ്രൂഷകൾ എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും. അപ്പൊ ഐക്യമത്യം ഉണ്ടാകേണ്ടത് എവിടെയാണ്? വിശ്വാസത്തിൽ, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത. ഇത് ചർച്ചിനകത്ത് ഉണ്ടായില്ലെങ്കിൽ, ഒരു വ്യക്തിയിൽ ഉണ്ടായില്ലെങ്കിൽ, 4 പേരുള്ള 2 പേരുണ്ടെങ്കിൽ ഇതിനകത്ത് ഉണ്ടായില്ലെങ്കിൽ അവിടെ പ്രാർത്ഥനയും ആരാധനയൊക്കെയും വ്യർത്ഥമാണ്. ഇത് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഫണ്ടമെന്റൽ ഡോക്ട്രൈൻ എന്താണ്, ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന് ഇത്രയും നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇന്നും ഇത്തരം ശുശ്രൂഷകൾ വ്യാപരിക്കുന്നുണ്ട്. അപ്പൊ വിശ്വാസത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ നോളജ് അല്ല, ആ നോളജുള്ള വിശ്വാസം മാത്രമല്ല, ഈ ബൈബിൾ പൂർണ്ണമായും ശരിയാണെന്നും ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഡോക്ടറേൻ പെർഫെക്റ്റ് ആണെന്നും നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അതിന് വിശ്വസിച്ചതുകൊണ്ടുമായില്ല. അത് ക്രിസ്തു ആരാണെന്നും നാമും ക്രിസ്തുവായിട്ടുള്ള ബന്ധം എന്താണെന്നും നമ്മുടെ പാപഹേതുവായിട്ട് ക്രിസ്തുവിന് നമ്മുടെ ഉള്ളിലായിരിക്കേണ്ട ഡീപ് നെസസിറ്റി, ആവശ്യകത എന്താണെന്നും അവരുമായിട്ട് ഒന്നായി ചേർന്ന അനുസരണത്തിൽ തികഞ്ഞവരായി തീരേണ്ട ആവശ്യകത എന്താണെന്നും പഠിപ്പിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ രേഖപ്പെടുത്തി തന്നിരിക്കുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. വേദപുസ്തകമല്ല നമ്മൾ രക്ഷിക്കുന്നത്, ട്രൂ ഡോക്ട്രിൻ അല്ല നമ്മൾ രക്ഷിക്കുന്നത്, ശരിയായ ഉപദേശിയല്ല നമ്മൾ രക്ഷിക്കുന്നത്, ബട്ട് ക്രൈസ്റ്റ് ജീസസ്. അനേകര് ബൈബിളിനെ ആരാധിക്കുന്നുണ്ട്, അനേകര് ശരിയായി ഉപദേശിക്കുന്ന ഉപദേഷ്ടന്മാരെ ആരാധിക്കുന്നുണ്ട്. പുറമെ പറയുന്നതിൽ അവരുടെ ഹൃദയത്തിൽ അങ്ങനെയാണ്. അങ്ങനെയല്ല ഒരുവൻ ഇവിടുന്ന് കടലും താണ്ടി ശക്തി പ്രാപിക്കാൻ വേണ്ടി ആഫ്രിക്കയിൽ പോയത്. ഒറ്റയ്ക്കല്ല, കൂട്ടത്തിലൊരു പന്നിക്കൂട്ടത്തെയും കൂടെ കൊണ്ടുപോയി. പന്നിക്കൂട്ടം എല്ലാം കൂടെ ഒരുമിച്ച് എന്തെല്ലാം വിഷയങ്ങൾ ഐക്യമത്യം ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു. ഓക്കെ, അതിനകത്ത് പറയാണ്
വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത. ഇവിടെയാണ് ക്രിസ്ത്യൻഡത്തിൽ ഇത്രമാത്രം മതവിഭാഗങ്ങൾ വരാനുള്ള കാരണം. കർത്താവ് ഈ 5 വിധ ശുശ്രൂഷകൾ തികച്ചുകൊണ്ട് അന്നും ഇന്നും ഇത്ര ശുശ്രൂഷകളുണ്ട്, അപ്പസ്തോലന്മാരുണ്ട്. പലരും പഠിപ്പിക്കുന്ന അന്നേ ഉള്ളായിരുന്നു ഇന്ന് അപ്പസ്തോലന്മാരെന്നോ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സഭയെ ഇവിടെ നിന്ന് എടുക്കുന്നവരേക്കും ഈ 5 വിധ ശുശ്രൂഷകളും ഇന്ന് ഭൂമി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇരിക്കുകയും ചെയ്യും. എന്നാൽ യഥാർത്ഥത്തിൽ തൻ്റെ ജഡത്തെ ക്രൂശിക്കാൻ അല്ലെങ്കിൽ ജഡത്തെ ത്യജിക്കാൻ ഇഷ്ടമില്ലാതെ ഈ വിശ്വാസത്തിലും ദൈവപുത്രനെക്കുള്ള പരിജ്ഞാനത്തിലും ഐക്യത വരാതിരുന്നത് കൊണ്ടാണ് ക്രിസ്ത്യൻഡത്തിന് ഇത്രമാത്രം മതവിവാഹങ്ങൾ വരാൻ കാരണം. ഇതിനൊക്കെ ഒന്ന് പെർഫെക്റ്റ് ചെയ്യാനാണ് കർത്താവിൻ്റെ ആത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അനേക ക്ലാസ്സുകൾ ചെയ്ത് പ്രസിദ്ധരായ പല ടീച്ചേഴ്സും പാസ്റ്റർമാരൊക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. വളരെ ദീർഘമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, ഞാനത് വളരെ ഷോർട്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുവിധം ക്രിസ്തുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻ, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നോളജും അതിലുള്ള വിശ്വാസമല്ല ഫെയ്ത്ത്, അത് ആവശ്യമാണ്. അതിൽ കൂടെയാണ് ക്രിസ്തു ആരാണ്, എനിക്ക് ക്രിസ്തുവിൻ്റെ നെസസിറ്റി ആവശ്യകത എന്താണ്, ഞാൻ ആരാണ്, എനിക്ക് പറ്റിയിരിക്കുന്ന അവസ്ഥ എന്താണ്, പാപം എന്താണ്, ഇവ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം. അതിൽ കൂടെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി പാപം എങ്ങനെയാണ് നമ്മൾ കർത്തൃത്വം നടത്തുന്നത്, അതിന്റെ മാനിഫെസ്റ്റേഷൻസ് പ്രകടനങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിന്റെ ഡീപ്പ് നെസസിറ്റി ഒഴിച്ചുകൂടാൻ കഴിയാത്ത ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രാണനിൽ അവന് വാഴുവാൻ, രാജാവായിട്ട് വാഴുവാൻ നാം സ്വീകരിച്ച് അവനുമായിട്ട് ഒന്നായി ചേർന്ന് വ്യക്തിപരമായ നമ്മളൊരു ഇമാജിനേഷൻ അല്ല പ്രസംഗിക്കുന്നത്. മറ്റു മതവിഭാഗങ്ങളെ മറ്റു ദൈവങ്ങളെ പോലെ ഒരു ഇമാജിനേഷൻ അല്ലത്. ഇറ്റ്സ് എ ലിവിങ് പേഴ്സൺ, ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരാളുമായിട്ട് നമ്മൾ ഫോൺ കോളിൽ സംസാരിക്കുകയാണ്, നമുക്ക് ആളെ കാണണം, അല്ലെങ്കിൽ ആൾ നമ്മളെ കാണാൻ വേണ്ടി വരികയാണ് ഒക്കെ. അവർ പറയാണ്, ഓക്കെ നിന്നെ സ്ഥലത്ത് വാ, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആളെ നമ്മൾ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്, നമുക്കൊരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ആവശ്യമുണ്ട്. പക്ഷെ ആ വ്യക്തി പറഞ്ഞ വാക്കുകളിൽ നാം വിശ്വസിച്ചിട്ട് നാം യാത്ര തിരിക്കുകയാണ്. നാം പോയി ആ ആളെ കണ്ടിട്ടില്ല ഇതുവരേക്കും, പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ചില അറിവുകൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ആ അറിവുകളുമായിട്ട് ഈ വ്യക്തി തന്നെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്. ഇതേപോലെ തന്നെയാണ് ക്രിസ്തുവിനെ നമുക്ക് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. ക്രിസ്തു ആരാണെന്നും നമുക്ക് ക്രിസ്തുവിന്റെ ആവശ്യകത എന്താണെന്നും മനസ്സിലാക്കി തന്നിട്ട് ക്രിസ്തുമായിട്ട് പേഴ്സണലായിട്ട് ഒരു റിലേഷൻ ഉണ്ടാകുവാനാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ആ റിലേഷനിൽ അവനുമായിട്ട് ഒന്നായി ചേർന്ന് അവനുള്ള ആശ്രയം, അതാ വിശ്വാസം. തുടർന്ന് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ ആത്മീയ ബൗദ്ധികമായ ജീവിതത്തിൽ ഏതൊരു വിഷയത്തിലും അവനുമായിട്ടുള്ള ആശ്രയം, അതിൽ നമ്മുടെ ജയകരമായ ഒരു ജീവിതം നയിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. ഇന്ന് മിക്കവാറും പേര് ക്രിസ്തീയ ഗോളത്തിൽ മിക്കവരും ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നോളജുള്ള വിശ്വാസമാണ്. അത് തന്നെ പല ഡിഗ്രിയിലുള്ളതാണ്. ഇതിനൊക്കെയും കാരണമായി കിടക്കുന്നത് 3-ാം നൂറ്റാണ്ട് തുടങ്ങി കത്തോലിസത്തിന്റെ മ്ലേച്ഛകരമായ മന്ത്രശുദ്ര പ്രവൃത്തികളാണ്. അതിനാണ് മർമ്മം മഹിതിയ ബാബിലോണെന്ന് വിളിക്കുന്നത്. മറഞ്ഞത് രഹസ്യമായിട്ട് മർമ്മമായിട്ട് പ്രവൃത്തികൾ ചെയ്യുക. ഇതിനൊക്കെയും ജനത്തെ വിടിവിച്ചെടുക്കാൻ തക്കവണ്ണമാണ് ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇതിനെ നമ്മൾ റോമാനത്തിൽ വായിച്ചത് എങ്ങനെയാണ്? സ്തോത്രം. ഇത് നിങ്ങൾക്ക് ഉണ്ടാകാൻ തക്കവണ്ണം, സ്തോത്രം, പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സിലൂടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസം നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവേശുവിന് അനുരൂപമായി ഏക ചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. ഗ്രേസ്. ഇത് കൃപയ്ക്കാണ് കാര്യം ഇരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ കഴിവൊന്നും നാളോടി പ്രാർത്ഥിക്കാതിരിക്കുക, അങ്ങനെയല്ല. ഇതെല്ലാം ആവശ്യമാണ്. നമുക്ക് യോഗ്യതയില്ല സ്ഥാനത്ത് അവൻ നൽകുന്ന വലിയ ഭാഗ്യാവസ്ഥയാണ് കൃപ എന്ന് പറയുന്നത്. വാക്കുകൾ കയറി പിടിക്കാൻ ഭാഗ്യാവസ്ഥ എന്ന് പറഞ്ഞ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതിന് ഉദാഹരണമായ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായിരുന്നു. നമ്മൾ 2 ദിനവൃത്താന്ത പുസ്തകം
ഒന്ന് എടുക്കാം. ചാപ്റ്റർ 30, 2 Chronicles ചാപ്റ്റർ 30 എന്ന് എടുക്കുക. ഹിസ്കിയാവിന്റെ കാലത്ത് ഒരു കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഹിസ്കിയാവിന്റെ കാലത്ത് ഒരു പെസഹ ആചരിച്ചതിനെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ വേഴ്സ് 10 തുടങ്ങിയ വായിക്കുന്നുള്ളൂ. അങ്ങനെ ഓട്ടാളക്കാർ എഫ്രൈമിന്റെയും മനശ്ശയുടെയും ദേശത്ത് പട്ടണം തോറും സെബൂലൂൻ തോറും സഞ്ചരിച്ചു. അവരെ പരിഹസിച്ച് നിന്ദിച്ചു കളഞ്ഞു. അപ്പോൾ എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് ചിന്തിക്കണമെങ്കിൽ സ്തോത്രം 2 Kingsലേക്ക് ഒന്ന് പോകണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം ഒന്ന് എടുക്കണം. അതായത് ഹിസ്കിയാവിന്റെ പ്രതാപം വരിക്കുന്ന ആഹാസിന്റെ കാര്യം ഒന്ന് വായിച്ചു നോക്കണം. അതിന്റെ 10-ാം വാക്യം തുടങ്ങി. 2 Kings chapter 16 verse 10 onwards. ആഗാസ് രാജാവ് അശ്ശൂർ രാജാവ് തിഗ്ലത്ത് പിലസേരിനെ എതിരേൽപ്പാൻ ദമ്മേശേക്ക്, ഇന്നത്തെ ഡമാസ്കോസിൽ ചെന്നു. ദമ്മേശേക്കിലെ ബലിപീഠം കണ്ട് ആഗാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടി ഒരു മാതൃകയും ഊരിയാ പുരോഹിതന് അയച്ചു കൊടുത്തു. നിങ്ങൾ ഈ ഒരു വാക്യം ഇന്ന് കണ്ട വീഡിയോയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ആഗാസ് രാജാവ് യഹൂദ ഭരിക്കുന്ന രാജാവാണ്. ഹിസ്കിയാവിന്റെ ഫാദർ. അവൻ അശ്ശൂർ രാജാവ് തിഗ്ലത്ത് പിലസരിനെ എതിരേൽപ്പാൻ ദമ്മേശേക്കിൽ ചെന്നപ്പോൾ ദമ്മേശേക്കിലെ ബലിപീഠം കണ്ടിട്ട് അതിനോട് മോഹിക്കുകയാണ്, അതിനോട് ആഗ്രഹിക്കുകയാണ്. യെരൂശലേമില് ദൈവത്തിന്റെ വചനപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന യാഗപീഠമുണ്ട്. യാഗപീഠം എന്ന് പറയുന്നത് കർത്താവിന്റെ കാൽവരി ക്രൂശിനോട് പ്രതിനിധീകരിക്കുന്നതാണ്. മാനവജാതിയുടെ പാപമോചനത്തിനു വേണ്ടി ദൈവം തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ ബലിപീഠത്തിൽ മേൽ പരമയാഗമായിട്ട് അർപ്പിക്കുമെന്ന് കാണിക്കുന്നതിന്റെ സിംബോളിക്കാണ് സമാഗമന കൂടാരത്തിലെയും അല്ലെങ്കിൽ ശലോമോൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലെയും യാഗപീഠം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഗാസ് രാജാവിന് ദമ്മേശേക്കിൽ ചെന്നപ്പോൾ യഹോവയുടെ യാഗപീഠത്തെക്കാളും മനോഹരമായിട്ട് ദമ്മേശേക്കിലെ ബലിപീഠം കണ്ടപ്പോൾ അതിനോടങ്ങ് ഒരു മോഹം ജനിച്ചു. ഇന്ന് ഞാനൊരു വീഡിയോ കാണിച്ചല്ലോ. ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവർ ഇന്നും കേരളത്തിലുണ്ട്. ദൈവസഭയുടെ അംഗങ്ങൾ കേരളത്തിലുമുണ്ട്. എന്നാൽ അതിനേക്കാളും അധികമായിട്ട് മോഹം ജനിച്ചിട്ട് ഒരു ആഫ്രിക്കക്കാരന്റെ പ്രസംഗം, ആഫ്രിക്കക്കാരൻ പറയുന്നുണ്ടല്ലോ, അവനവിടെ ഇന്ത്യയിൽ വന്ന് പ്രസംഗം നടത്തിയപ്പോൾ അതിനകത്ത് ടിനു ജോർജ് ഒന്ന് പോയി പങ്കെടുത്തത്. അപ്പൊ അതിനകത്തൊക്കെ മോഹം ജനിച്ചിട്ട് ഒരു കൂട്ടം പന്നികളെ കൊണ്ട് ആഫ്രിക്കയിലേക്ക് ചെന്നു ശക്തി പ്രാപിക്കാൻ കിട്ടിയത്. ഇതുപോലെ ആഗാസ് ദമ്മേശേക്കിലെ ബലിപീഠം കണ്ട് മോഹിച്ചിട്ട് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റും എല്ലാം കൂടെ ആർക്ക് അയച്ചു കൊടുത്തു? ഊരിയാ പുരോഹിതൻ. അന്ന് ഊരിയാ പുരോഹിതനാണ് യെരൂശലേമിൽ മഹാപുരോഹിതനായിട്ട് ചെയ്തത്. പുരോഹിതന്റെ ഉത്തരവാദിത്തമാണ് ആകാശേ ഇത് ദമ്മേശേക്കിലെ ബലിപീഠത്തിനോട് തുല്യപ്പെടുത്താൻ പറ്റിയ ബലിപീഠമല്ല ഇത്. ദൈവഹിത പ്രകാരം സമാഗമന കൂടാരത്തിൽ മോശ കൂടാരം തീർത്തപ്പോൾ ദൈവത്തിന്റെ തേജസ് അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്നും തീ പുറപ്പെട്ട് യാഗപീഠത്തിലിരുന്ന യാഗവസ്തുവിനെ ദഹിപ്പിച്ചതാണ് ഇത് കാണിക്കുന്നത്. വരുവാനുള്ള ക്രിസ്തുവിൽ പുത്രനിൽ മശിയായിൽ മാനവജാതിയുടെ പാപ പരിഹാരത്തിന് ആവശ്യമായിരിക്കുന്ന പരമയാഗം നടക്കും എന്ന് കാണിക്കുന്നത്. അത് ദമ്മേശേക്കിലെ ബലിപീഠത്തിനോട് തുല്യപ്പെടുത്തുവാനോ കമ്പയർ ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ആത്മാവിൽ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാ ഞാൻ ഈ കുണ്ടാലിന്റെ കാര്യം പറയാൻ കാരണം. ഇതാണ് ഞാൻ ക്രിസ്ത്യൻ യോഗയുടെ കാര്യം പറയാൻ കാരണം. ഇന്ന് പലരും മോഹിച്ചിട്ട് ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സുവിശേഷം ത്യജിച്ചു കളഞ്ഞ് പല പല ന്യായവാദങ്ങൾ പറഞ്ഞുകൊണ്ട് ശക്തി പ്രാപിക്കാൻ പോവാ. കടലുകളെ താണ്ടി കിങ്ഡസിനെ താണ്ടിട്ടാ കടന്നു പോകുന്നത്. അങ്ങനെ ഊരി പുരോഹിതൻ നോക്കണം. ഊരിയ പുരോഹിതൻ ഒരു യാഗപീഠം പണിതു. ആകാശ് രാജാവ് ദമ്മേശേക്കിൽ അയച്ച പ്രകാരമൊക്കെയും ആകാശ് രാജാവ് ദമ്മേശേക്കിൽ നിന്ന് വരുമ്പോഴേക്കും ഓരോ പരിപാടി എല്ലാം തീർത്തു വെച്ചു. അവിടെ ഇരുന്ന യഹോവയുടെ യാഗപീഠത്തെ അവിടെ എടുത്ത് മാറ്റി വെച്ചു. അതിന്റെ കുറെ ഡീറ്റെയിലേക്ക് പോകാൻ കുറെ കാര്യങ്ങളുണ്ട്. അതികഠിനമായ പാപം. അങ്ങനെ യഹോവയുടെ ആലയത്തെ ഉപകരണങ്ങളൊക്കെ എടുത്ത് മാറ്റി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ആകാശിന് അതിന്റെ അവസാനത്തേക്ക് ഒന്ന് കടന്നു വന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാം?
ആകാശരാജ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകൻ ഇഗസ്കിയാവ് അവന് പകരം രാജാവായി. അങ്ങനെ ഇഗസ്കിയാവ് രാജാവായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ 2 Chronicles ചാപ്റ്റർ 30 വായിക്കുന്നത്. സ്തോത്രം. അതിന്റെ വേഴ്സ് 10 തുടങ്ങി നമ്മളൊന്ന് വായിക്കുകയാണ്. ഒരു പെസയാചരിക്കാൻ തക്ക വേണം. പെസയാചരിക്കണം എന്തു വേണം? ആലയം കറക്റ്റ് ആവണം, യാഗപീഠം കറക്റ്റ് ആകണം, ദേശം കറക്റ്റ് ആവണം, ജനത്തെ ഉപദേശിക്കണം. അങ്ങനെ ജനത്തെ ഉപദേശിക്കാൻ തക്ക വേണം ഓട്ടാളക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സിന് എഫ്രൈമിനെ മനുഷ്യരുടെ ദേശത്ത് പട്ടണം തോറും സെബൂലൂൻ ദേശത്ത് വരെ സഞ്ചരിച്ച് അവരവരെ പരിഹസിച്ച് കളഞ്ഞു. നിങ്ങളുടെ ഒരു സുവിശേഷ പ്രസംഗം, നിങ്ങളുടെ ഒരു ട്രൂ ഡോക്ട്രിന്, ഞങ്ങൾക്ക് ഇതൊക്കെ മതി, ഞങ്ങൾക്ക് ദമ്മേശേക്കിലെ യാഗപീഠം മതി, അവിടെ തീ കത്തുന്നുണ്ട് പറഞ്ഞല്ലോ. ഫയർ വിങ്സ്, തീ എവിടെയാ കാണിച്ചതല്ലേ? അഗ്നിചക്ര. ഈ നെറ്റിയുടെ ഭാഗത്തിൽ പൊസിഷൻ പറഞ്ഞതാണ് അഗ്നിചക്ര. കൈവീശുമ്പോൾ അഗ്നി വരുന്നത്. സ്തോത്രം. പരിഹസിച്ചു കളഞ്ഞു. എന്നാൽ എങ്കിലും ആശ്വര്യയിലും മനശ്ശയിലും സെബൂലിലും ചിലർ തങ്ങളെ തന്നെ താഴ്ത്തി യെരൂശലേമിലേക്ക് വന്നു. അപ്പൊ യെഹിസ്കിയാവ് കുറെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയിട്ട് ഒരു പെസഹ ആചരിക്കേണ്ടതിന് മെസ്സഞ്ചേഴ്സിനെ അയക്കുകയാണ്. കുറെ പേര് പരിഹസിച്ചു കളഞ്ഞു. ഇന്നും ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സുവിശേഷം അനുഭവിച്ച് അത് വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ പ്രാക്ടീസ് ചെയ്ത് ദൈവവചനപ്രകാരം എന്നും പ്രസംഗിക്കുമ്പോൾ ആർക്കും വേണ്ട. യൂട്യൂബിലിട്ടാൽ കാണാൻ ആളില്ല. പുസ്തകങ്ങൾ എഴുതി, ജീവിത അനുഭവത്തിൽ കൂടെ എഴുതി, അനുഭവങ്ങൾ സാക്ഷ്യമായിട്ട് പുസ്തകങ്ങൾ എഴുതിയാൽ ആർക്കും വേണ്ട. ഉള്ളവർ തന്നെ എത്ര പേര് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്താണെന്നറിയാമോ? ആകാശത്തിന്റെ ബലിപ്പീഠം, ദമ്മേശേക്കിലെ ബലിപ്പീഠം മതി. അവിടെയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ ഒരു പോരാട്ടമില്ല, ഒരു പ്രതികൂലമില്ല. ഉത്സവമേ ഉത്സവമാണ്, അനുഗ്രഹമേ അനുഗ്രഹമാണ്. അബ്രാഹാമിന്റെ കഴുതക്കുട്ടി കാളി ബഹുസമ്പന്നനായിരുന്നു, യാക്കോബ് ബഹുസമ്പന്നനായിരുന്നു. ഓ, അത് മതി. ഫൂളിഷ്നസ്. ഇരുട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ തങ്ങളെ തന്നെ ഈ മെസ്സേജിന്റെ മുമ്പിൽ താഴ്ത്തി യെരൂശലേമിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? യഹൂദയിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐക്യമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. നമ്മൾ റോമലേഖനത്തിൽ വായിച്ചത് എങ്ങനെയായിരുന്നു? നിങ്ങൾ ഐക്യമത്യപ്പെട്ട് ഒരു വായിനാല് അവ ദൈവത്തെ മഹത്വീകരിക്കേണ്ടത് എന്ത് ചെയ്യണം? സ്തോത്രം. നിങ്ങൾ ഐക്യബന്ധപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസം നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. ആകാശ് യഹോവയുടെ ബലിപ്പീഠം, യാഗപീഠം ഇടിച്ചു കളഞ്ഞ് മാറ്റിവെച്ച് ദമ്മേശക്കിലെ മോഡൽ കൊണ്ടുവന്ന് ഉരിയ പുരോഹിതനോട് കൊടുത്തു. ഉരിയ പുരോഹിതൻ അടിപൊളിയായിട്ട് പണിതു. യാഗങ്ങൾ തുടങ്ങി, ആകർഷിക്കപ്പെട്ടതാ. എന്നാൽ അതിനെല്ലാം അവന് പോയ കാലശേഷം യെഹിസ്കിയാവ് വന്നപ്പോൾ ഒരു പെസഹ ആചരിക്കാൻ തക്കവണ്ണം ശരിയായ ഉപദേശം, ശരിയായ രീതിയിലുള്ള പെസഹ ആചരിക്കാൻ തക്കവണ്ണം എല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ട് മെസ്സഞ്ചേഴ്സിനെ എല്ലാ ഗോത്രങ്ങളിലേക്ക് അയച്ചപ്പോൾ ചിലരൊക്കെ പരിഹസിച്ച് കളഞ്ഞു. നിങ്ങളൊരു പരിപാടി നിർത്ത്, ഇവരൊക്കെ നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകുള്ളൂ, ഈ കണ്ട ആൾക്കാരൊക്കെ നരകത്തിൽ പോരാണോ അയച്ചിരിക്കുന്നത്? ദൈവസ്നേഹമല്ലയോ? പക്ഷേ യഥാർത്ഥ ഉപദേശത്തിന് ചെവി കൊടുത്ത് യെരൂശലേമിലേക്ക് തങ്ങളെ തന്നെ താഴ്ത്തി വന്നവരുടെ മുമ്പിൽ ദൈവം എന്ത് ചെയ്തു? ഐക്യമറ്റും വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. യഥാർത്ഥ ഉപദേശത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകുണ്ടെന്ന് ഞാൻ കരുതുന്നത്. യഥാർത്ഥ ഉപദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അതാണ് തിമോഥെയോസിന്റെ 2nd ജനറേഷന്റെ സുവിശേഷം കൈമാറുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം വാക്യം തുടങ്ങി വായിച്ചാൽ ആജ്ഞയുടെ ഉപദേശമോ അവരുടെ എഫെസ്യസിൽ തന്നെ നീ പാർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ആജ്ഞ കൊടുത്തിട്ട് കമാൻഡ് കൊടുത്ത് പറയാണ്, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇതിനാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. നിർവ്യാജ വിശ്വാസത്തിൽ മാത്രമേ ദൈവത്തോട് അടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ ദമ്മേശേക്കിലെ യാഗപീഠം കൊണ്ടുവന്ന് പ്രസംഗിക്കുന്ന വേണ്ടത്ര പേരുണ്ട്. ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സുവിശേഷം മാറ്റിക്കളഞ്ഞുകൊണ്ട് അവിടെ നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ പോകുന്നില്ല.
അങ്ങനെ യഥാർത്ഥ ഉപദേശത്തിന് ഹൃദയം ചായച്ചാൽ ഐക്യമത്യം കിട്ടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും, അല്ലെങ്കിൽ ഛിദ്രമുണ്ടാകും. ഇതാണ് ക്രിസ്തീയ മതവിഭാഗങ്ങൾ ഇത്രമാത്രം സ്പ്ലിറ്റ് ആകാനുള്ള കാരണം. അപ്പൊ ഇത്ര നാളത്തെ ക്ലാസ്സുകൾ ആരെങ്കിലും ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ഇത്ര നാളത്തെ ക്ലാസ്സിന്റെ ബേസിക് ഒന്ന് കാണുക. ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിൽ ഏകദേശം 24 ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ രക്ഷയുടെ അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ അറിയാൻ സാധിക്കും. നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാൻ സാധിക്കും. അനേക ക്ലാസ്സുകൾ, ഏകദേശം 10-250 ക്ലാസ്സുകളുണ്ട് യൂട്യൂബ് ചാനലിൽ. ബേസിക് ഡോക്ടറൈൻസിൻ്റെ സമയമെടുത്ത് ഗീസ്കാവിൻ്റെ കാലത്ത് മെസ്സഞ്ചേഴ്സിൻ്റെ വാക്കുകൾ കേട്ട് ഒരു യഹോവയ്ക്ക് ഒരു പെസക ആചരിക്കാത്ത ഹൃദയത്തെ തങ്ങളെ തന്നെ താഴ്ത്തി യെരൂശലേമിലേക്ക് വന്നവർക്ക് ഐക്യമത്യം ഉണ്ടാകുന്ന ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചു. അല്ലെങ്കിൽ എന്താ പറയുക, ഛിദ്രം വരും, ശക്തി കിട്ടും, വലിയ പ്രസംഗം പ്രസംഗിക്കും, നല്ല അന്യഭാഷ പറയും, പക്ഷെ പ്രസംഗിക്കുന്നത് ശിവനായിരിക്കും. എനിക്കറിയാം, പെന്തിക്കോസ്തിനകത്ത് വ്യക്തിപരമായിട്ട് അറിയാം, ശിവന്റെ പേരിൽ അന്യഭാഷ പറയുന്നവർ എനിക്കറിയാം. ഇതൊക്കെ ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിച്ചിട്ടാണ് പറയുന്നത്, വെറുതെ ഒരു ഇമാജിനേഷൻ പറയുകയല്ല. അതുകൊണ്ട് ഇത്രയും ക്ലാസ്സുകൾ കേട്ടു. കർത്താവേ, ഉപദേശത്തിന് മുമ്പ് ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണ്. എവിടെയും പോകണ്ട, ദൈവരാജ് നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിലാണ്. ഞാൻ എൻ്റെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ ജയിക്കില്ലെന്ന് പറയുന്നത് ഡിനോമിനേഷനിലല്ല, നിങ്ങളുടെ ഉള്ളിലാണ് ചർച്ച്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരം. നിങ്ങളുടെ അകത്ത പണി നടക്കേണ്ടത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലാണ് പണി നടക്കേണ്ടത്. ക്രിസ്തു നിങ്ങളിലാണ് വളരേണ്ടത്. അവൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി സ്വർഗത്തിൽ വാഴുന്നത് പോലെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി നിങ്ങളിൽ വാഴും. നിങ്ങളിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം നടത്തും. ഇത് എന്നോട് കൂടെ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന പലർക്കും ഇതിൻ്റെ കാര്യം അറിയാം. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ, ധന്യനായ ഏകാധിപതിയായവൻ, സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ അനുഭവിക്കാത്തടത്തോളം വചനം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ശരിയാണെന്ന് പറഞ്ഞിട്ട് അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് നിങ്ങൾ അവനുമായിട്ട് ഇണങ്ങിയാൽ അതേ അധികാരം നിങ്ങളിൽ കൂടെ നടക്കും. നിങ്ങൾക്കറിയാൻ സാധിക്കും ഭൂരാജാക്കന്മാർക്ക് അധിപതിയായി നിങ്ങളിൽ വാഴുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കും സ്വർഗത്തിൽ ഭൂമിയിൽ അസകല അധികാരമുള്ളവ എന്നിൽ കൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്കറിയാൻ സാധിക്കും പാപത്തെ ക്ഷമിക്കുന്ന ഈ പാപമോചകനായി ക്രിസ്തു നിങ്ങളിൽ വാഴുന്നുണ്ടെന്ന്. അനേക റിലേഷൻസ് ഉണ്ട്. ഇതൊക്കെ പേഴ്സണലായിട്ട് അനുഭവിക്കാത്തോടത്തോളം നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല. അപ്പോൾ അതിനൊരു സമർപ്പണം. കർത്താവേ, ഗിസ്കാവിൻ്റെ കാലത്ത് നിന്റെ വചനം കേട്ട് നല്ലൊരു പെസ ആചരിക്കാൻ കടന്നു വന്നവർക്ക് നീ ഐക്യമത്യം കൊടുത്തല്ലോ. പ്ലീസ് ലോർഡ് ഹെൽപ്പ് മീ എന്നൊരു സമർപ്പണത്തോടു കൂടെ കടന്നു വരിക. ദൈവമേ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. ഈ തിരുവെഴുത്തുകൾ കർത്താവ് ഈ ജനത്തിൽ നിന്നോട് നിരപ്പ് പ്രാപിപ്പാൻ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദിവസങ്ങളിൽ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ ഞങ്ങളിൽ വസിക്കുന്നറിയത്തക്കവണ്ണം നിന്റെ അധികാരം വെളിപ്പെടട്ടെ കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.